ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ പറയുന്നതായിരിക്കും. മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. ഓക്കെ. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതെ ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായി ബന്ധം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് പലവർക്കും അറിയണം എന്ന ആഗ്രഹം ഉണ്ടാകും. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടും ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അറിഞ്ഞിരിക്കണമല്ലോ. ഓക്കെ. സോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് ബാലൻസ് കൊണ്ടുവരിക. നിങ്ങളുടെ ഫീലിങ്സിനും നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് പറയുന്നത്. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ പല രീതിയിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അനുഭവിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല രീതിയിലും നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. അത് കൂടുതലും മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് കൂടുതലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒക്കെ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കരിയർ ആയിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പലവരും തേർഡ് പാർട്ടീനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ നല്ല രീതിക്ക് മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് മേ ബി തേർഡ് പാർട്ടീനെ നിങ്ങൾക്ക് മേ ബി അറിയുന്നുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പാർട്ടിനെ കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാതെ, നിങ്ങളുടെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാതെ, അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാതെ തേർഡ് പാർട്ടീനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിരന്തരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മാനിഫെസ്റ്റേഷനായി മാറും. സോ അതെന്താ സംഭവിക്കണേന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും. നിങ്ങൾ നല്ല കാര്യങ്ങളാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യമാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്ട് ചെയ്യും, നിങ്ങൾ പോലും അറിയാതെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇവിടെ പല സത്യങ്ങളും പുറത്തേക്ക് വരാനുണ്ട്. ഇവിടെ നമുക്ക് 2-3 കാർഡ്സിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മാസ്ക് ആണ്, അല്ല ഒരു മുഖം മൂടിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ മുഖം മൂടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, കള്ളങ്ങൾ പറയുന്നതും കാര്യങ്ങൾക്ക് ക്ലാരിറ്റി തരാതെയും ശക്തമായിട്ടുള്ള ഒരു സത്യസന്ധതയോട് കൂടിയും പോകാത്ത ആൾക്കാരാണ് മുഖം മൂടി അണിയുന്നത്, അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് നുണയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും അതുപോലെ ഇപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നമുക്കിവിടെ ട്രൂത്ത് ബി ടോൾഡ് എന്നാണ്. സത്യം എന്തായാലും പുറത്തേക്ക് വരും. സത്യം പറയണം, സത്യം പറയും. ഓക്കെ. അതുപോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ള ഒരു ഇൻഫോർമേഷനും കൂടിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള സിറ്റുവേഷൻസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല രീതിയിലും നിങ്ങൾക്ക് എന്താണ് തടസ്സങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ചിലപ്പോൾ മേ ബി ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയ കഷ്ടപ്പാടായിരിക്കാം. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ റീഡിങ് കാണുന്ന നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നോളും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ അപ്പോൾ യൂണിവേഴ്സ് പല രീതിയിലും പരീക്ഷിക്കും, അല്ലെങ്കിൽ പല പല മേഖലകളിലും നമ്മളുടെ നോക്കും, ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകാം. സോ അതൊക്കെ നിങ്ങൾ അതിലേക്കൊന്നും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഇതിന് വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ച് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുകയും ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാനിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ബ്ലോക്കായി പോകും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയോ രഹസ്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്, ചുരുളഴിയാനുണ്ട്. മെസ്സേജിന്റെ ബോട്ടിൽ നിന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കുപ്പിയുടെ ഉള്ളിലാണ് ആ ഒരു സന്ദേശം ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു രഹസ്യമുള്ളത്. പക്ഷെ ആ കുപ്പി അടഞ്ഞിരിക്കുകയാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന 1-2 കാർഡ്സും ഇറ്റ്സ് കംപ്ലീറ്റ്ലി വെയറിങ് എ ഡീപ് മാസ്ക് ആണ്. ഓക്കെ, ഒരു മുഖം മൂടി അണിഞ്ഞിട്ടുണ്ട്. അത് പല മുഖം മൂടികളായിട്ട് നിങ്ങൾക്ക് മുന്നിൽ തന്നെ അഴിഞ്ഞു വീഴുന്നതായിരിക്കും. മുഖം മൂടി വെച്ചുകൊണ്ട് ആർക്കും അധികം കാലം നിൽക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ കഴിവ് എന്താണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ, അതിലേക്ക് കംപ്ലീറ്റ്ലി കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും ഈ പേഴ്സൺ കൂടുതൽ നുണകൾ നിങ്ങളിലേക്ക് പറയാനും നിങ്ങൾ അത് കേട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനും ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകണ്ട. ആൻഡ് ഓൾസോ ഈ ഒരു സിറ്റുവേഷനിൽ കം ടു ദ എഡ്ജ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു അവസാനം വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ അറിയാതെ ഈ വ്യക്തി തേർഡ് പാർട്ടിയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇവിടെ പല രീതിയിലുള്ള കണക്ഷൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. ബിക്കോസ് യൂണിവേഴ്സ് ഇസ് ഓൾവേസ് വിത്ത് യു. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, നിങ്ങളുടെ ഫീലിങ്സിന് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങളുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുക. സോ നിങ്ങൾ ഈ പേഴ്സണെ ഒരുപക്ഷെ ചേസ് ചെയ്യുന്നുണ്ടാകും, ഈ വ്യക്തിയുടെ പുറകെ നിങ്ങൾ ഫുൾ ടൈം നടക്കുന്നുണ്ടാകും. തേർഡ് പാർട്ടീനെ കളഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ ഉപേക്ഷിക്കരുതേ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അങ്ങനെ യാചിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഫ്ലെക്സിബിൾ ആവുക. കൂടുതലും മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൂടുതലും ഫ്ലെക്സിബിൾ ആവുക, ഫ്ലെക്സിബിലിറ്റിയിലേക്ക് നിങ്ങൾ വരിക. ഓക്കെ, കാര്യങ്ങളെ ഗൗരവപൂർവം സമീപിക്കാനായിട്ട് ശ്രമിക്കുക. പെട്ടെന്ന് പൊട്ടിക്കരയുകയും വിഷമിക്കുകയും തളരുകയും ചെയ്യരുത്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അത് അത്ര നല്ല കാര്യമൊന്നുമല്ല. സോ പുറമേ നിന്ന് നോക്കുന്നവര് ദേ വിൽ ബി ലൈക്ക് ദാറ്റ്, നിങ്ങൾ ഭയങ്കര നിങ്ങൾ ഒട്ടും ധൈര്യമില്ലാത്തവരാണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കും. സോ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ പോവരുത്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു സംതിങ് മാസ്ക് വെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നതായിരിക്കും. അത് കറക്റ്റ് ടൈം, കറക്റ്റ് സിറ്റുവേഷൻ അത് സംഭവിക്കും. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബൈ.